കുറഞ്ഞ പ്രതീക്ഷകളാണ് നമുക്ക് എപ്പോഴും നല്ലത്. അത് നമുക്ക് കൂടുതൽ സന്തോഷം നൽകും. ചതി അത് ഒരിക്കലും ഒരു ശത്രുവിൽ നിന്നും ഉണ്ടാവില്ല. പകരം എപ്പോഴും നമ്മളോട് നിഴല് പോലെ ചേർന്ന് നടന്ന് സ്നേഹം അഭിനയിക്കുന്ന മിത്രത്തിൽ നിന്ന് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അത് നമുക്ക് സാന്ത്വനമാകും എന്ന് നമ്മൾ കരുതുന്നവർക്ക് മാത്രമേ നമ്മളെ പറഞ്ഞു പറ്റിക്കാനും ചതിക്കാനും ദുഃഖത്തിലാക്കാനും കഴിയൂ. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നിടത്തോളം കാലം നാം എല്ലാവർക്കും പ്രിയപ്പെട്ടവരും നല്ലവരുമായിരിക്കും. എന്നാൽ നമുക്ക് വേണ്ടി നമ്മൾ എന്ന് ജീവിച്ചു തുടങ്ങുന്നുവോ അന്നു മുതൽ മോശപ്പെട്ടവരും കുറ്റക്കാരുമായി മാറുന്നു. ഉയരങ്ങളിൽ എത്തുമ്പോൾ ഉറ്റവർ ആകുന്നവരെയല്ല ചേർത്തു പിടിക്കേണ്ടത്, താഴ്ചകളിലേക്ക് വീഴുമ്പോൾ താങ്ങുന്നവരെയാണ്. ദരിദ്രൻ്റെ മുന്നിൽ വെച്ച് നിങ്ങളുടെ സമ്പത്തിൻ്റെ മഹത്വം പറയരുത്. രോഗിയുടെ മുന്നിൽ വെച്ച് നിങ്ങളുടെ ആരോഗ്യത്തിൻ്റെ മഹത്വം പറയരുത്. ദുർബലൻ്റെ മുമ്പിൽ വെച്ച് നിങ്ങളുടെ ശക്തിയുടെ മഹത്വം പറയരുത്. പരാജിതൻ്റെ മുന്നിൽ വെച്ച് നിങ്ങളുടെ വിജയ മഹത്വം പറയരുത്. ദുഃഖത്തിനുള്ള പരിഹാരം ദുഃഖിച്ചിരിക്കലല്ല, പുതിയ സന്തോഷങ്ങൾ കണ്ടെത്തലാണ്. എൻ്റെ സ്നേഹം കൊടുത്ത് ഞാൻ വാങ്ങിയ ദുഃഖങ്ങളെ എനിക്കുള്ളൂ. അതിൻ്റെ കാരണക്കാരനും ഞാനായതുകൊണ്ട് ആരെയും കുറ്റപ്പെടുത്താനും ഞാനില്ല. നിങ്ങളുടെ സ്വപ്നങ്ങളെ പിന്തുടരാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാകും. ഒറ്റയ്ക്കാവുക എന്നാൽ കരുത്തരാവുക എന്ന് കൂടിയാണ്. സ്വയം തിരിച്ചറിയാനുള്ള അവസരമാണ് ഓരോ ഒറ്റപ്പെടലും. ജീവിതത്തിൽ എവിടെയെങ്കിലും ഒഴിവാക്കിയെന്ന് തോന്നിയാൽ തനിയെ ഒഴിഞ്ഞു മാറിയേക്കണം. ഒത്തിരി വേദനിക്കുന്നതിനേക്കാൾ നല്ലത് ഒന്ന് ഒഴിഞ്ഞു മാറുന്നതാണ്. ഒരു വ്യക്തിയോട് നിങ്ങൾ കയർത്ത് സംസാരിച്ചാൽ എന്തിൻ്റെ പേരിലായാലും അത് നിങ്ങളെ തന്നെ അസ്വസ്ഥനാക്കും. അതുകൊണ്ട് അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കുക. കൂടുതൽ വെളിച്ചം നിങ്ങളെ അസ്വസ്ഥനാക്കും. കുറച്ച് ഇരുട്ടും ആവശ്യമാണ്. അതുപോലെയാണ് ജീവിതവും. സുഖവും ദുഃഖവും ആവശ്യമാണ്. നമ്മുടെ സമയം, നമ്മുടെ സ്നേഹം, നമ്മുടെ സൗഹൃദം, അങ്ങനെയെല്ലാം നമ്മളെ അറിയുന്നവർക്ക് കൊടുക്കുക. അല്ലാത്തവർക്ക് നമ്മൾ വെറും നേരമ്പോക്ക് മാത്രമായിരിക്കും. നിങ്ങൾ വളരെ കാലം തനിച്ചാണെങ്കിൽ നിങ്ങൾ ഏകാന്തതയെ അംഗീകരിക്കും. ഒറ്റയ്ക്കിരിക്കാൻ നിങ്ങൾ ഭയപ്പെടുന്നുവെങ്കിൽ നിങ്ങളുടെ യഥാർത്ഥ കഴിവ് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയില്ല. പാതി വഴിയിൽ ഉപേക്ഷിക്കാൻ ആരും ആരെയും കൂടെ കൂട്ടരുത്. ഉപേക്ഷിക്കുന്നവർക്കറിയില്ല ഉപേക്ഷിക്കപ്പെടുന്നവരുടെ വേദന. ദുർബല മനസ്സുമായി ചിന്തിക്കുമ്പോൾ സാഹചര്യങ്ങൾ പ്രശ്നങ്ങളായി തീരും. സമചിത്തതയോടെ ചിന്തിക്കുമ്പോൾ സാഹചര്യങ്ങൾ വെല്ലുവിളികളാകും. ശക്തമായ മനസ്സോടെ ചിന്തിക്കുമ്പോൾ സാഹചര്യങ്ങൾ അവസരങ്ങളാകും. നമ്മുടെ പരാജയങ്ങളിൽ, വേദനകളിൽ, തകർച്ചകളിൽ നമ്മോടൊപ്പം നിന്ന മനുഷ്യരെ മറക്കാതിരിക്കുക. അവരൊന്നും നിങ്ങൾക്കുള്ളതിനെ സ്നേഹിച്ചു വന്നവരല്ല, നിങ്ങളെ മാത്രം സ്നേഹിച്ചു വന്നവരാണ്. ജീവിതത്തിൽ നമുക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ലാത്ത നിമിഷങ്ങളുണ്ടാകും. അന്നു മുതൽ നമ്മൾ സ്വയം സംസാരിച്ചു തുടങ്ങും, സ്വയം തീരുമാനിച്ചു തുടങ്ങും. ഇടയ്ക്കിടെ നമ്മളെ കളിയാക്കാനും കുറ്റപ്പെടുത്താനും ചിലരൊക്കെ വേണം. കാരണം ആ കളിയാക്കലും കുറ്റപ്പെടുത്തലും നമുക്കുള്ള പ്രചോദനമാണ്. ജീവിതത്തിൽ നാം എത്ര വിട്ടുവീഴ്ച ചെയ്താലും അകലാൻ ഉള്ളതെല്ലാം അകലും. പക്ഷേ അടുക്കുവാൻ താല്പര്യമുള്ളവർ ഒരു വഴി കണ്ടെത്തി അടുത്തുകൊണ്ടേയിരിക്കും. അതാണ് യഥാർത്ഥ സ്നേഹം. സ്നേഹിക്കുക അതൊരു കഴിവാണ്. സ്നേഹിക്കപ്പെടുക അതൊരു ഭാഗ്യമാണ്. സ്നേഹം നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക അതൊരു ഉത്തരവാദിത്വമാണ്. ഇത് നിങ്ങളുടെ വഴിയാണ്, നിങ്ങളുടേത് മാത്രം. മറ്റുള്ളവർ നിങ്ങളോടൊപ്പം നടന്നേക്കാം, പക്ഷേ നിങ്ങൾക്ക് പകരം നടക്കാൻ ആർക്കും കഴിയില്ല. ഒരാളുടെ വിജയം മാത്രം ആളുകൾ കാണുന്നു. എന്നാൽ അയാൾ അതിനുവേണ്ടി ചെയ്ത ത്യാഗങ്ങളും പരിശ്രമങ്ങളും ആരും കാണുന്നില്ല. ഒരു കള്ളം കൊണ്ട് നഷ്ടപ്പെടുത്തിയ വിശ്വാസം 1000 സത്യങ്ങൾ കൊണ്ടുപോലും തിരിച്ചെടുക്കാൻ കഴിഞ്ഞെന്നു വരില്ല. യാചിക്കും തോറും വില ഇല്ലാതാകുന്ന ഒന്നേ ഉള്ളൂ ഈ ഭൂമിയിൽ, അതാണ് സ്നേഹം. സംശയം നിങ്ങളുടെ ഹൃദയത്തിൽ നിറയാൻ അനുവദിക്കരുത്. കാലക്രമേണ നിങ്ങളുടെ ബന്ധങ്ങളെ തകർക്കുകയും നിങ്ങളെ സങ്കടപ്പെടുത്തുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്യും. കോപത്തിലും
സ്നേഹത്തിലും അതിര് കവിയരുത്. ശത്രു ഒരു നാൾ മിത്രവും മിത്രം ഒരു നാൾ ശത്രുവുമായേക്കാം. നിങ്ങൾ പരിശ്രമിച്ചിട്ട് തോറ്റാൽ അത് നിങ്ങളുടെ തെറ്റല്ല. എന്നാൽ പരിശ്രമമില്ലാതെ തോറ്റാൽ അത് നിങ്ങളുടെ മാത്രം തെറ്റാണ്.